ദേവമംഗലത്ത് വന്ന് യാചിച്ചിട്ട് നീ ഒന്നും ചെയ്തില്ലാന്ന് നാളെ നിന്റെ ഭർത്താവും നാട്ടുകാരും അറിഞ്ഞ അവരുടെ മുമ്പിൽ നീയല്ലേ തെറ്റുകാരി? എന്നുവെച്ച് ഞാൻ കയ്യിലും കഴുത്തിലും ഉള്ളതൊക്കെ ഊരി കൊടുക്കണമെന്നാണോ? അതോ അക്കൗണ്ടിലുള്ള മുഴുവൻ സമ്പാദ്യവും എടുത്തു കൊടുക്കണോ? അതെ, അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഇപ്പൊ തന്നെ എടുത്തു കൊടുക്കണം. ഈ സമയത്ത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത്. വെറുതെ ഒന്നും വേണ്ട. പകരം പ്രിയയ്ക്ക് ചെയ്യാവുന്നതൊക്കെ മകൾക്ക് വേണ്ടി അവള് തിരിച്ചും ചെയ്യും. അതെ, ദുർഗമോള് എന്ത് വേണോന്ന് പറഞ്ഞാ മതി, അല്ലേ പ്രിയേ? അതെ ചേച്ചി, എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ ഞാൻ ദുർഗേച്ചിയുടെ വേലക്കാരിയാവണം. ആവാ ഞാൻ. ദുർഗേച്ചി, അതുവരെ എന്റെ മോള് ഞാൻ വാക്ക് മാറില്ല. എന്റെ മോളെ ആദ്യം ഒന്ന് രക്ഷിക്കുക. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം. നീ പ്രമാണവുമായിട്ട് അവിടെ എത്തിയേക്കണം. നിക്ക്, ഒരു കാര്യം കൂടി. എന്റെ പണം കൊണ്ട് നിന്റെ മകൾക്ക് പുനർജന്മം കിട്ടും. അതിനുശേഷമുള്ള കാര്യത്തിൽ കൂടി എനിക്ക് ഉറപ്പ് കിട്ടണം. ആദിയും തുളസിയും ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് നീ അടക്കം ചിലർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ആഗ്രഹം എന്നേക്കുമായി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോണം നീ. അതെ, അവർ ഒരിക്കലും ഒന്നാകില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. എക്സ്ക്യൂസ് മീ. യെസ് മാഡം. ഞാൻ കനകദുർഗ. കുറച്ചു മുമ്പ് ബാങ്കിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു. യെസ്. 10 lakh ഇവിടുത്തെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് മാഡം. ഇനി സർജറി ആരംഭിക്കാൻ ആരെയാ കാണണ്ടേ? ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേ സർജറി തുടങ്ങി മാഡം. ഓ, എല്ലാ തയ്യാറെടുപ്പും അതിനു മുമ്പേ നടത്തിയിരുന്നു. ഓക്കെ. മേഡം ഒരു സൈൻ ചെയ്യണം. സർജറിക്ക് മുമ്പേ ചെയ്യേണ്ടിയിരുന്നതാ. പക്ഷേ ഞാൻ പേരൻസോ ഗാർഡിയനോ ആരായാലും മതി. മേഡം അല്ലേ അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയത്? എന്നാലും ഇതൊരു ഫോർമാലിറ്റി മാത്രമാണ് മാഡം. പേഷ്യന്റിന്റെ അമ്മയെ ഇതുവരെ കണ്ടില്ല, അതാ. ശരി, തരും. ഇതാ മാഡം, ഇവിടെ. താങ്ക് യു മാഡം. നീ വന്നോ? എന്റെ മോള് ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ നടക്കുക. ദുർഗ ഒരു വാക്ക് പറഞ്ഞ ആ വാക്ക. പണം അടക്കിയ മാത്രമല്ല, തുളസിയുടെ അമ്മ സൈൻ ചെയ്യേണ്ട സ്ഥാനത്ത് ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്തു. ഞാൻ ശ്വേതയാ. തുളസിയുടെ കാര്യം അറിഞ്ഞിട്ടാണോ നീ വിളിക്കുന്നത്? അതെ.
പ്രിയാന്റെ ഫോണിൽ വിളിക്കാൻ ഒരു പേടി. അതാ ഞാൻ തുളസിയുടെ ഫോണിൽ തന്നെ വിളിച്ചു നോക്കി. ഇപ്പൊ അവക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തലയ്ക്കല്ലേ പരിക്ക്, എന്താവും അറിയില്ല. ഒന്നും സംഭവിക്കില്ല. തുളസിക്ക് വേഗം ഭേദാവും. പ്രിയാന്റെ ഉണ്ടോ അവിടെ? ഇല്ല, ഓപ്പറേഷന് പണം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില. ഇപ്പോഴും വന്നിട്ടില്ല. ശ്വേത അവിടെ തന്നെ കാണൂലോ അല്ലേ? എനിക്കങ്ങോട്ട് വരണമെന്നുണ്ട്, പക്ഷേ നിന്റെ അമ്മ അറിഞ്ഞാലോ എന്നുള്ള പേടിയല്ലേ? ഇതുപോലുള്ള സമയത്ത് ശത്രുത വെക്കണോ ആദി? ആക്സിഡന്റിൽ പെട്ടുകിടന്ന തുളസിയെ ഏതോ ഒരു വഴിയാത്രക്കാരനാ രക്ഷിച്ചത്. ആ ഒരു ദയെങ്കിലും നിനക്ക് ഇവളോട് കാണിച്ചൂടെ? ഞാൻ ആരെയും വഴിയിൽ ഉപേക്ഷിച്ചൊന്നും പോവില്ല. പിന്നെ ചില വിലക്കുകളൊക്കെ ഉണ്ട്. എന്തായാലും തുളസി വേഗം സുഖം പ്രാപിച്ചു വരട്ടെ. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായി? നിന്റെ വരവ് കണ്ട എല്ലാം ഭംഗിയായി നടന്ന ലക്ഷണമുണ്ട്. അതെ, നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായി തന്നെ എല്ലാം നടന്നു. ആഹാ, പ്രിയയും കൂട്ടിക്കൊണ്ടുപോയി വക്കീലിനെ കണ്ടു. ചില എഗ്രിമെന്റുകളിലൊക്കെ വക്കീൽ അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. എന്ന് വെച്ച പ്രമാണം രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അതിന്റെ അധികാരം ഇനി മുതൽ നിനക്കായിരിക്കും. തുളസിയുടെ ഫോണില്. തുളസിയുടെ ഫോണിലോ? അതെ ആന്റി. അവളെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ചിലപ്പോ വിളിച്ചത്. ഞാൻ വിവരം പറഞ്ഞപ്പോ അവൻ തുളസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. വൈകിട്ട് ശ്വേത വിളിക്കുന്നവരെ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. തുളസിയുടെ ഓപ്പറേഷൻ സക്സസ് ആയെന്ന് അറിഞ്ഞപ്പോഴാ ഒന്ന് സമാധാനായേ. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം തന്നെ വേട്ടയാടിയേനെ. വെറുതെ ഒരു ഉടക്കിന്റെ പേരില് ഞാൻ തുളസി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, അല്ലേടാ? ഇപ്പോ കുറ്റബോധം പാടെ മാറിയില്ലേ? IPL കാണാതെ നിനക്ക് തിരിച്ചു വരാൻ തോന്നിയത് ചിലപ്പോ തുളസിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലോ? നീ ഇവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് വേറെ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല, വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോ തുളസിക്ക് ബോധം തെളിഞ്ഞ അവൾക്ക് അറിയായിരിക്കും. നീ അവളെ രക്ഷിച്ചത് അവൾക്ക് ഓർമ്മയുണ്ടാകണമെന്നാണോ നിന്റെ ആഗ്രഹം, അതോ തുളസി മറന്നുപോട്ടെന്നോ? എന്ന് ചോദിച്ചാ അവള് ചത്തൊടുങ്ങി പോട്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് അവൾ കേട്ടതല്ലേ. അപ്പോ ആ സ്ഥിതിക്ക് ഞാൻ തുളസിയുടെ രക്ഷകനായെന്ന് അവള് മനസ്സിലാക്കണമെന്ന് എന്റെ ആഗ്രഹം. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. നിനക്ക് അവളോട് പിണക്കമൊന്നുമില്ല, പ്രേമമാ. ഒന്ന് പോടാ, പ്രേമം മണ്ണാങ്കട്ടെ ഒന്നുമല്ല. തുളസി രക്ഷപ്പെട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, എനിക്കത്രേ ഉള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവള് രക്ഷപ്പെട്ടു വരട്ടെ. ഇനി നീ തുളസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏത് അമ്പലത്തിലാ പോകുന്നേ? ഓക്കേടാ, നമുക്ക് നാളെ കാണാം. ശരിടാ, ഓക്കെ. പ്രസാദേട്ടാ. ആ ദുർഗ, എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? ഇവിടെയാണെങ്കിൽ റേഞ്ചിന്റെ പ്രശ്നവും ജോലിയുടെ ടെൻഷനും കൊണ്ട് ആകെ വട്ടുപിടിച്ച് നിൽക്കുക. ഞാൻ കിച്ചണിലായിരുന്നു, ഓടിയെത്തണ്ടേ? ബിസിയാണെങ്കിൽ പിന്നെ വിളിച്ചാ മതിയായിരുന്നല്ലോ. ഞാനും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ വിളിക്കാതിരുന്നേ.
ആ ഓക്കെ, അവിടെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ആദ്യ വീട്ടിൽ തന്നെ ഇല്ലേ? ഉണ്ട്, മുകളിലുണ്ട്. ഞാൻ പറഞ്ഞേക്കാം. ആ ശരി ശരി, എന്നാ വെക്കട്ടെ. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ടൈം കിട്ടുകയാണെങ്കിൽ വിളിക്കാം. ഓക്കെ, അവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ. ശരി ശരി, ബൈ. തുളസിയുടെ കാര്യം പ്രസാദ് സാർ ഇതുവരെ അറിഞ്ഞില്ലേ ചേച്ചി? ഇല്ല, അറിഞ്ഞെങ്കിൽ ആളിങ്ങ് പറന്നെത്തില്ലേ. പ്രിയയ്ക്കും ജയനെ വിളിച്ചിട്ട് കിട്ടിക്കാണില്ല. പ്രസാദ് സാറ് പ്രിയയെ വിളിച്ചാലോ? അവളെല്ലാം പറഞ്ഞ ചേച്ചി എന്തിനത് മറച്ചു വെച്ചു എന്ന് പ്രസാദ് സാർ സംശയിക്കില്ലേ? ഏയ്, നീ ചുമ്മാ മനുഷ്യനെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചിലപ്പോ ജയം വിളിച്ചിട്ട് പ്രിയ പറയാതിരുന്നാണെങ്കിലേ ഞാൻ വെറുതെ എന്തിനാ എന്റെ ഭർത്താവിനെ എല്ലാം അറിയിച്ച് വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത്. ആ പിന്നെ സുലു, നമുക്ക് കുറച്ചു കഴിഞ്ഞ് ഒരിടം വരെ പോണം. ആ എവിടെയാ ചേച്ചി? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. ആ ഞാൻ കാരണം അമ്മ ഒരുപാട് തീരുന്നല്ലേ? അതൊന്നും സാരമില്ല. ദൈവം ആ തീ അണച്ചു തന്നല്ലോ, അത് മതി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയല്ല. ദുരന്തങ്ങളും ദുരിതങ്ങളും എപ്പോഴും അങ്ങനെയാ, ക്ഷണിക്കാതെയും പ്രതീക്ഷിക്കാതെയും വന്നുകളെ. ചിലപ്പോ ചിലരെ തട്ടിയെടുത്തോണ്ട് പോവും, ചിലപ്പോ പാതി ശരീരവും പാതി ജീവനും അവശേഷിപ്പിച്ച് കടന്നുകളയും. എന്റെ മോളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ആശ്വസിക്കുക. ഇപ്പൊ അമ്മ സൂപ്പറാ, പിടിച്ചു നിന്നല്ലോ. അതും അച്ഛൻ പോലും അടുത്തില്ലാതെ. ഞാൻ തളർന്നു പോയാ എന്റെ മോളെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള തോന്നൽ, അത് മാത്രം എന്നെ നയിച്ചത്. ഇനി നിനക്ക് നിന്റേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ ആവാം. ആ തുളസി ഇത്രയും സീരിയസ് ആയി കിടന്നിട്ട് നീ ഒന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ നിന്റെ അവളുടെയും കൂട്ടുകാരെന്ത് വിചാരിക്കും? അവരൊക്കെ തുളസിയുടെ കാര്യം പറഞ്ഞ് വിളിച്ചു ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഇതുവരെ ജീവിച്ചില്ലേ? ഇനി കുറച്ചൊക്കെ നിന്റെ ഇഷ്ടം അമ്മയെ നോക്കണ്ടേ? നീ ആദ്യം തുളസിയെ പോയി കാണ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിന്റെ അമ്മ പറയട്ടെ. അപ്പൊ അതാണ് ന്യായമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പിന്നെ തുളസിയെ കാണാൻ പോവണ്ട. ഒരിക്കലെങ്കിലും നീ അവളെ പോയി കണ്ടില്ലെങ്കിൽ അത് മോശം. മോനെ അറിയുന്നവര് മുഴുവൻ മോനെ കുറ്റപ്പെടുത്തും. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. ആ മോനെ ആദി, മോനെ നീ പോകും മോനെ. തുളസിയുടെ അടുത്തേക്ക് നിന്നെ ഈ അപ്പച്ചി പറഞ്ഞയച്ചിരിക്കും. അതെ അമ്മ, ഇവൻ ശപിച്ചതുകൊണ്ടാ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ആന്റി, സത്യമായിട്ട് ഞാനത് മനസ്സല്ല പറഞ്ഞതല്ല. ഇവള് കളിയാക്കിയപ്പോ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയത്. എന്തായാലും നീ നിന്റെ കരുനാക്ക് വിളച്ച് അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പേ അത് സംഭവിച്ചല്ലോ. സോറി, ഇനി ഒരിക്കലും നിന്നോട് വഴക്കിന് വരില്ല. പ്രോമിസ്?
പ്രോമിസ്. എങ്കിൽ നീ നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യും. നീ എന്താടാ ഇവിടെ? ഞാൻ തുളസിയെ കാണാൻ. തുളസിയെ കാണാനോ? എവിടെ പോകുമ്പോഴും നീ എന്നോട് ചോദിച്ചിട്ടാണല്ലോ പോവാറ്. ഇത് മാത്രം എന്താ ഒളിച്ചു വെച്ചത്? അമ്മ വീട്ടിലില്ലായിരുന്നല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് നിനക്കൊരു ബോധോദയം ഉണ്ടായോ തുളസിയെ കാണണോന്ന്? അതോ ഇവള് നിന്നെ വിളിച്ചു വരുത്തിയതോ? അതെ, ഞാൻ വിളിച്ചു വരുത്തിയതാ. എനിക്ക് നിങ്ങളുടെ മോനെ കാണാഞ്ഞിട്ട് ദാഹജലം ഇറങ്ങുന്നില്ല. ചത്ത് ജീവിച്ചിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവും ഇല്ലല്ലോടി. ദുർഗേച്ചി, പ്രസാദേട്ടൻ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് നിനക്കും നിന്റെ മോക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഇവനെന്തിനാ ഇവിടെ? ഞാൻ ആരും വിളിച്ചിട്ട് വന്നൊന്നുമല്ല അമ്മേ. എന്റെ ഫ്രണ്ട്സ് എല്ലാം തുളസിയെ കുറിച്ച് ചോദിക്കുന്ന എന്നോടാ. അപ്പൊ ഞാൻ ഇവളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്തിനാ? ഇവള് നിന്റെ ആരാ? നിന്റെ കൂട്ടുകാർക്ക് ഇവൾ ആരാണോ ആ ബന്ധം മാത്രമേ നിനക്കുള്ളൂ. പക്ഷെ ആദ്യം പണ്ട് മുതലേ ഫ്രണ്ട്സിനോടൊക്കെ പറയാറ് ഞാൻ ഇവന്റെ മുറപ്പെണ്ണാണെന്ന്. എനിക്കന്നേ അത് ഇഷ്ടമല്ല. ആദ്യയുടെ അന്നത്തെ മണ്ടത്തരം കാരണം ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഓരോന്ന് ചോദിക്കുന്നു. തുളസി, നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ദുർഗാമ്മയെ കൊണ്ട് ആദ്യം വെറുപ്പിക്കല്ലേ. അവള് പറയട്ടെ. തരം കിട്ടുമ്പോഴൊക്കെ എന്റെ മോനെ കൊച്ചാക്കലാണല്ലോ നിന്റെ മോളുടെ പ്രധാന ഹോബി. എന്നിട്ട് നീ പഠിക്കുന്നില്ലല്ലോടാ. എടീ, ആപത്ത് കാലത്ത് അല്പം ദയ തോന്നിയതുകൊണ്ട് മാത്രമാ എന്റെ മോനും ഞാനും ഇങ്ങോട്ടൊന്ന് കേറിയത്. ഇവിടെ നീ കാണിക്കുന്ന ഈ നെകളിപ്പുണ്ടല്ലോ, ഇത് നിന്റെ മിടുക്കാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി. നിന്റെ ഈ ജീവൻ പോലും ഈ ദുർഗയുടെ ഔദാര്യമാണ്. ദുർഗേച്ചി, പറയണോന്ന് കരുതിയതല്ല, പറയിപ്പിച്ചതാ നിന്റെ മോള്. ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. വാടാ, എടാ വരാൻ. സ്വന്തം മകനും മരുമകളും കൂടി ദുർഗയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. എങ്കിലേ ഞാനും എന്റെ മോളും പണ്ട് അനുഭവിച്ച വേദന എന്താണെന്ന് അവൾക്ക് മനസ്സിലാവും. പക്ഷേ പ്രിയയും പ്രസാദും ജയശീലനും ഒക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദുർഗ എന്തു മാരണം ചെയ്താലും അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും മനസ്സുള്ളവരാണവർ. ആ മനസ്സൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ആ ചെറുക്കനും പെണ്ണും ഒന്ന് അടുത്തോട്ടെ. ദുർഗ ആളിക്കത്തി പ്രിയയുടെ നേരെ ചെല്ലും. അപ്പൊ പ്രിയ ഇതുവരെ പ്രതികരിച്ചതുപോലെ ആവില്ല പ്രതികരിക്കുന്നത്. അതിനുള്ള ക്ലാസ് അപ്പോഴേക്കും പ്രിയയ്ക്ക് ഞാൻ കൊടുത്തിരിക്കും. മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ ബുദ്ധി. അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉപമിച്ചോ. ഹോസ്പിറ്റലിലെ CCTV അവൻ കാണുമല്ലോ. വേണ്ട വേണ്ട, എന്റെ രക്ഷകനെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അവനല്ല എന്നെ ഇടിച്ചാന്ന് എനിക്ക് ഉറപ്പാ. ഈ പോലീസുകാരെല്ലാവരെയും സംശയദൃഷ്ടിയോടെ കാണും. അതാ തൊട്ടു മുമ്പിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാലും ചിലരൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നത്. കറക്റ്റ്. കണ്ട മാമ, എന്റെ അമ്മ ഇപ്പോ എന്നെക്കാളും ബോൾഡാ. നിങ്ങൾ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്നല്ലേ അമ്മ 10 ലക്ഷം സംഘടിപ്പിച്ച് എന്റെ ഓപ്പറേഷൻ നടത്തി. രൂപയോ? എടി, നീ ഇതെങ്ങനെ ഉണ്ടാക്കി? നീ ഇന്നുവരെ ഒരു ബാങ്കിൽ പോലും പോയതായിട്ട് എന്റെ അറിവിലില്ല. അതെ, വീട്ടിലെ കാര്യങ്ങളല്ലാതെ വേറൊന്നും എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു നടന്ന ആളാ. ദൈവം നിന്നെ വല്ലാതെ പരീക്ഷിച്ചളഞ്ഞല്ലോ പ്രിയ. അതുകൊണ്ട് എന്താ വെച്ചാ
അമ്മയ്ക്ക് ഇതുവരെ ഇല്ലാത്ത നോളജും ധൈര്യവും ഒക്കെ കിട്ടിയില്ലേ? ഒന്ന് പോടി. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയും എനിക്കേ അറിയൂ. ഒന്നും എന്റെ കഴിവല്ല. ദൈവം എന്നെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്യിച്ചു. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് നമ്മുടെ മോള് രക്ഷപ്പെട്ടു. പറഞ്ഞു കേട്ടിടത്തോളം അമ്മയെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയത് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റാ. ഒരു എമർജൻസി കേസായിട്ട് പോലും പണം അടച്ചാലേ ഓപ്പറേഷൻ ആരംഭിക്കുമെന്ന് ഇവിടെയുള്ള ഒരു വാശി പിടിച്ചു മാമ. ഇതൊന്നും തടയാൻ ഇവിടെ നിയമമില്ലേ? ഒരു പോലീസ് ഫാമിലിയിൽപ്പെട്ട എന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ പേഷ്യന്റിന് ഇവര് കൊന്നുകളയുമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലേ അത് അന്വേഷിക്കേണ്ടത് തന്നെയാ. മോളിന് ഇതിനെക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. മാമ നോക്കിക്കോളാം. അവരിങ്ങ് വന്നതല്ലേ ഉള്ളു ചേച്ചി. തുളസിക്ക് പഴയ ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് വരെ പ്രിയ എല്ലാവരെയും സുഖിപ്പിച്ചു നിർത്തും. അതിനുശേഷം അവള് സ്വത്ത് തിരിച്ചു പിടിക്കാനുള്ള പണി തുടങ്ങുകയും ചെയ്യും. തുടങ്ങട്ടെ. അവൾ എന്നോട് കളിക്കാൻ വന്നാലേ അവളുടെ കെട്ടിയവന്റെ ജോലി പോലും കളയാനുള്ള പേപ്പേഴ്സ് ഞാൻ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പ്രിയ അതിനൊന്നും നിക്കില്ല സുലു. പക്ഷെ പ്രമാണം നഷ്ടപ്പെട്ട കാര്യം എന്നെങ്കിലും ജയശീലൻ അറിയാതിരിക്കൂ. ജയശീലൻ അറിഞ്ഞ അത് പ്രസാദ് സാർ അറിയുന്നതിന് തുല്യ. ഏമാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ പഴയ കാര്യസ്ഥന്റെ മോന്? പഴയ കാര്യസ്ഥന്റെ മകന് പ്രസാദേട്ടൻ യജമാനനാണെങ്കിൽ പ്രിയ അവന് യജമാനത്തെയുമാണ്. അവള് പറയുന്നതിനപ്പുറം ആ അടിമ ഒന്നും ചെയ്യില്ല. പ്രിയയ്ക്ക് ഭർത്താവിനേക്കാൾ ഇഷ്ടം സ്വന്തം ഏട്ടനോടാണെന്ന് അറിയാലോ. കൂടപ്പിറപ്പിന്റെ ജീവിതത്തില് കല്ലുകടി ഉണ്ടാവുന്നതൊന്നും അവള് ചെയ്യില്ല. പണ്ട് തൊട്ടേ പ്രിയക്കെതിരെയുള്ള എന്റെ ആയുധവും അത് തന്നെയാ. ഞാൻ തുളസിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഞാനും ജയനും സ്ഥലത്തില്ലാത്ത സമയത്ത് അവൾക്കുണ്ടായിട്ടുള്ള ആ ആക്സിഡന്റ് അതൊരു സാധാരണ അപകടമായിട്ട് കരുതാൻ പറ്റുന്നില്ല. അതെന്താ? അവളുടെ അർമാദത്തിന് അപകടം പറ്റിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അച്ഛനും മാമനും സ്ഥലത്തില്ലാത്തപ്പോ അവക്ക് സ്വാതന്ത്ര്യം കൂടുതലല്ലേ? നീ എന്ത് പറഞ്ഞാലും ഈ ആക്സിഡന്റിൽ തുളസിയുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. സൈഡിലൂടെ പോകുന്ന സ്കൂട്ടറിന്റെ പുറകില് അജ്ഞാത വാഹനം ശക്തിയായി ഇടിച്ചുന്ന പോലീസിന്റെ എഫ്ഐആറിൽ. മനഃപൂർവ്വം അല്ലെങ്കിൽ ഇടിച്ച സ്പോട്ടിലെങ്കിലും വണ്ടി ബ്രേക്ക് ചെയ്യേണ്ടതാ. അതിന്റെ ഒരടയാളവും പോലീസിന് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ തുളസി ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ പ്രസാദേട്ടൻ സംശയിക്കുന്നത്? ഏയ് എന്നല്ല. ആ അപകടത്തിൽ ചില ദുരൂഹതകളുണ്ട്. അതെന്തായാലും അന്വേഷിക്കണം. പെൺകുട്ടിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി പണം കൊടുത്ത് വാടക കൊലയാളിയെ ചുമതലപ്പെടുത്തുക. വകുപ്പുകൾ പലതാ. ഒരു വകയിലും ജാമ്യം കിട്ടില്ല. പാടത്ത് പണി, വരമ്പത്ത് കൂലി. അതാ കാലം. കൃഷ്ണ ഭഗവാനെ, ശരി തിരുമേനി, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. അമ്മേ, ഞാനേ മഹാദേവ ക്ഷേത്രത്തിൽ തിരുമേനി വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തുളസിയുടെ നക്ഷത്ര ദിവസം ഒരു മഹാമൃത്യുഞ്ജയ ഹോമം നടത്താനാ. ഈ വരുന്ന തിങ്കളാഴ്ചയാ അവളുടെ പക്കനാള്. അന്ന് തന്നെ ആയിക്കോട്ടെ. മഹാദേവ ക്ഷേത്രത്തിലെ മഹാമൃത്യുഞ്ജയ ഹോമത്തിന് ചാർജ് എത്രയാണെന്ന് അറിയോ? അന്നദാനം അടക്കം 1,25,000 രൂപ. ഇതിൽ ഞാൻ പണം നോക്കുന്നില്ല ദുർഗ. തുളസി മോളെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടണം. അതിന് ദൈവകടാക്ഷം കൂടിയേ തീരൂ. എങ്കിൽ പിന്നെ 10 ലക്ഷം രൂപയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം
ഒരു മഹാമൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ മതിയായിരുന്നല്ലോ. ഡോക്ടർമാര് കുഴപ്പമില്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് വെറും 50 രൂപ മുടക്കി ഒരു മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതാ നല്ലത്. പാവങ്ങൾക്ക് വച്ചു നീട്ടുന്ന ഭിക്ഷയും ദൈവത്തിന് കൊടുക്കാൻ തീരുമാനിച്ച നേർച്ചയും തടയാൻ പാടില്ല. അത് പാപമാ. എന്തു പാപം? എല്ലാ ആവശ്യത്തിന് വേണം. ഇതൊരു അനാവശ്യ ചെലവായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രസാദേട്ടന് എന്നോടൊരു വാക്ക് ചോദിച്ചൂടെ? എന്റെ മരുമകളുടെ ക്ഷേമത്തിന് വേണ്ടി വഴിപാട് നടത്താനും നിന്റെ സമ്മതം വാങ്ങിക്കണമെന്നാണോ? എത്ര ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഈ വീട്ടിലേക്കല്ലാതെ നീ വേറെ എവിടെ പോവാനാ? അങ്ങ് മുകളിലോട്ട്. അതിനുള്ള NOC എനിക്ക് കിട്ടിയതാണല്ലോ. എന്റെ അമ്മക്കുട്ടി എന്നെ വിട്ടുകൊടുക്കാത്തോണ്ടല്ലേ? മതി മതി. പഴയതുപോലെ ഓടിച്ചാടി നടക്കാറൊന്നും ആയിട്ടില്ല. കുറഞ്ഞത് 1 മാസമെങ്കിലും റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇനി 1 മാസോ? ആ ഡോക്ടർക്ക് വട്ടാ. ഞാൻ ഇപ്പൊ തന്നെ സ്മാർട്ട് ആയില്ലേച്ചാ. പിന്നെ എന്നാലും ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അവർക്കല്ലേ മോളുടെ ശരീരാവസ്ഥയെക്കുറിച്ച് ശരിക്കും അറിയുന്നേ. എന്നാലും 1 മാസം എന്നൊക്കെ പറഞ്ഞാ അത് കഴിഞ്ഞ് എനിക്ക് പഴയ പോലെ എല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ അമ്മ? പഴയതുപോലെ തുള്ളിച്ചാട്ടം ഒന്നും ഇനി വേണ്ട. ഒക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നതാ നല്ലത്. അമ്മ കുറച്ചു നേരം കിടക്ക്. ഇത്രയും നേരം വണ്ടിയിലിരുന്നതല്ലേ, വെറുതെ തലവേദന വരുത്തണ്ട. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം കേട്ടോ. ആ പ്രിയേ, ഡിസ്ചാർജ് ആയപ്പോ 18,000 രൂപ ഹോസ്പിറ്റലുകാർ തിരിച്ചു തന്നു. 9,82,000 രൂപ ബില്ല്. ഇതൊക്കെ ജയേട്ടൻ തന്നെ സൂക്ഷിച്ചോ. എന്നെ ഏൽപ്പിച്ചിട്ട് എന്തിനാ? അല്ല, നമുക്ക് ആ പണം തിരിച്ചു കൊടുക്കണ്ടേ? അബദ്ധത്തിലുണ്ടായ ആക്സിഡന്റ് ആണെങ്കിൽ അവരെന്തിനാ വണ്ടി നിർത്താതെ പോയത്? അത് പിന്നെ ഈ കേസും കൂട്ടും ഒക്കെ പേടിച്ച് പലരും അങ്ങനെ വണ്ടി നിർത്താതെ പോവാറുണ്ട്. ഇനി ഇപ്പൊ ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. എന്റെ അച്ഛനും മാമനും ഒക്കെ പോലീസിലുണ്ടല്ലോ. അന്വേഷണം തുടങ്ങിക്കോട്ടെ. ചില തെളിവുകളൊക്കെ എനിക്കും കൊടുക്കാൻ പറ്റും. മതി മോളെ, നീ പറയുന്നത് കേട്ടിട്ട് എന്നെ പേടിയാവുക. നീ കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? അതെ അതെ, സംസാരിച്ചാലേ തലവേദന വരും. വെട്ടിപ്പൊളിച്ച തലയാ. ആ മുറിവൊന്ന് ഉണങ്ങിക്കോട്ടെ. നീ ഒന്ന് നിർത്ത്. കൊച്ചിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് നീ തന്നെയാ. അയ്യോ, ഞാൻ ഇനി ഒന്നിനും ഇല്ലേ. മരണവക്രത്തിന്ന് കരകയറി വന്ന കൊച്ചല്ലേന്ന് കരുതി ഒന്ന് കയറി നോക്കിയതാ. കണ്ടു, സന്തോഷം. ആ, ഇങ്ങോട്ടൊന്ന് മാറിക്കേ. തുളസി മോളെ, വലിയപ്പച്ചി പോട്ടെ. ആ, വരുമ്പോ കുറച്ച് ഓറഞ്ചോ മുന്തിരിയോ വല്ലോ വാങ്ങിക്കണോന്ന് വിചാരിച്ചതാ. വഴിയിലൊന്നും കിട്ടിയില്ല. 500 രൂപയുണ്ട്. മോക്ക് വല്ലതും ഒക്കെ വാങ്ങിച്ചു കൊടുക്ക്. വേണ്ട പച്ചി, ഇവിടെ കാശൊന്നും വേണ്ട. മോളുടെ കാര്യത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതൊക്കെ നീ പറയും. ഓപ്പറേഷന് എത്ര ലക്ഷം ആയെന്ന് എനിക്ക് അറിഞ്ഞൂടെ?